എങ്ങനെയാണ് ഒരു വിഷത്തെ മരുന്നാക്കി മാറ്റുന്നത് എന്നുകൂടെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോവുക. ലോകത്തുള്ള ആയിരക്കണക്കിന് അന്താരാഷ്ട്ര ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ നിരന്തരം റിസർച്ച് നടത്തുകയാണ്. 10,000-കണക്കിന് ശാസ്ത്രജ്ഞന്മാരാണ് പുതിയ പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കാൻ, കോശങ്ങളിൽ നിന്ന് പുതിയ പ്രതികരണങ്ങൾ കിട്ടാൻ നിരന്തരമായ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബ്രിട്ടനിൽ മാത്രം 30 ലക്ഷം മൃഗങ്ങളെയാണ് ഓരോ വർഷവും ക്ലിനിക്കൽ ട്രയലുകൾക്ക് വേണ്ടിയിട്ട്, മരുന്ന് പരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, ആനിമൽ സ്റ്റഡിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ പുതിയ മരുന്ന് കണ്ടുപിടിക്കാനുള്ള പരീക്ഷണങ്ങൾ, ആ പരീക്ഷണങ്ങൾക്ക് 6 ഘട്ടങ്ങളുണ്ട്. അതീവ രസകരമായ ഘട്ടങ്ങൾ നിങ്ങളത് തിരിച്ചറിയണം, നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതാരും നിങ്ങളോട് പറഞ്ഞു തരില്ല. ആദ്യത്തേത് പുതിയ റെസ്പോൺസിന് വേണ്ടിയിട്ടുള്ള ലാബ് സ്റ്റഡിയാണ്. ലാബ് സ്റ്റഡി 3-4 കൊല്ലമെല്ലാം എടുക്കും കൃത്രിമമായിട്ട് സെല്ലുകളിൽ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു റിസർച്ചിന്. ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞന്മാരാണ് അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നത്. വലിയൊരു ടീം വർക്കാണ്. അവർക്ക് വേണ്ട ഒരു കോമ്പൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ, ലാബ് സ്റ്റഡി വിജയിച്ചാൽ, അടുത്ത സ്റ്റഡി ആനിമൽ സ്റ്റഡിയാണ്. മരുന്നാകാൻ ഇടയുണ്ട് എന്നവർ കരുതുന്ന ഈ കോമ്പൗണ്ടിനെ നിഷ്ഠൂരമായി പാവം മൃഗങ്ങളിൽ പരീക്ഷിക്കുകയാണ്. കുരങ്ങിനെയും പന്നിയെയും മുയലിനെയും പശുവിനെയും ഒക്കെ കൂടുകളിൽ തടവിലാക്കി അനങ്ങാൻ പോലും സമ്മതിക്കാതെ നിർത്തി അതിന്റെ തലയിലും നെഞ്ചിലും ഒക്കെ മരുന്ന് കുത്തിക്കയറ്റി ഹൈഡോസ് കുത്തിവയ്ക്കുന്ന മൃഗങ്ങൾ എത്ര സമയം കൊണ്ട് പടഞ്ഞു ചാകുന്നു, ആ ചത്ത മൃഗത്തിന്റെ കരൾ പൊട്ടിയാണോ ഹൃദയം പൊട്ടിയാണോ ചത്തത്, തലച്ചോറ് തകർന്നാണോ ചത്തത്, ഇതെല്ലാം രേഖപ്പെടുത്തി. അങ്ങനെ 100 കണക്കിന് മൃഗങ്ങളുടെ അവസ്ഥ രേഖപ്പെടുത്തി. മീഡിയം ഡോസ് കുത്തിവെച്ചതിന് എന്ത് സംഭവിച്ചു, മിനിമം കുത്തിവെച്ചതിന് എത്ര സംഭവിച്ചു, അങ്ങനെ അതിനും ഒരു 3-4 കൊല്ലം എടുക്കും. ഈ ആനിമൽ സ്റ്റഡിയിൽ അവർക്ക് വേണ്ട ഒരു ഡോസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ റിപ്പോർട്ടുകളെല്ലാം വെച്ചുകൊണ്ട് NDAക്ക് പോകുന്നു. NDA എന്ന് പറയുന്നത് ന്യൂ ഡ്രഗ് ആപ്ലിക്കേഷനാണ്.